നമ്മുടെ ക്ടാവ് നമ്മുടെ ഒരു പശു പ്രസവിച്ചാണ്. പശു നമ്മുടെ അല്ല, നമ്മുടെ കൊല്ലടയിലെ അലിയാരിയാണ്ട പശുവാണ്. അത് അവിടെ കെട്ടാൻ സ്ഥലമില്ലാത്തതിന് ഇവിടെ കൊണ്ട് കെട്ടി മാറി. ഇവിടെ കിടക്കട്ടെ. അമ്മനെ അവിടെ കിടന്നു. അയ്യോ, മൂക്ക് പിടിച്ചായിരുന്നോ മോനെ? എടുക്ക മോനെ. വിളിച്ച് തുണി എടുത്തോണ്ടോ. ഇന്നിവിടെ കൊണ്ട് കെട്ടിയ അപ്പോൾ ഈ കെട്ടാൻ സ്ഥലമില്ലാത്തതിന് അമ്മനെ ഞാനൊരു വൈഫിനോട് പറഞ്ഞടാ, എടി ഒന്ന് ശ്രദ്ധിച്ചോണേ, പശുവിന് 10 ദിവസം കൂടെ ഉണ്ടാകുന്ന അലിയാലിയാറിന് പശുവിനെ കൊടുത്തവർ പറഞ്ഞു. പക്ഷേ പശു എനിക്കിന്ന് തോന്നി ആ പശു അതല്ല അവർ പറഞ്ഞ ഡേറ്റ് തെറ്റിയെന്ന്. ഇല്ലടി, ഞാൻ പറഞ്ഞില്ലേ എന്നോട് ഇന്ന് പശു പ്രസവിക്കും ചിലപ്പം. അവിടൊക്കെ നീങ്ങി നിൽക്കുക. പശുക്കിടാവാണോ? പശുക്കിടാവാ കേട്ടോ, പശുക്കിടാ മോനെ. നമസ്കാരം. നമ്മുടെ കൊല്ലടയിലെ അലിയാറിയാറിൻ്റെ പശുവാ. അപ്പോൾ എന്നെ ഇന്ന് വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞ അജിത്തെ പശുവിനെ അങ്ങോട്ട് കെട്ടുക. അപ്പോൾ പുള്ളി ഇന്നൊരു പശുവിനെ മേടിച്ചതാണ്. അപ്പോൾ അവിടെ കെട്ടാനുള്ള സൗകര്യമില്ല, അവൾ നിറജനയാണ്. അപ്പോൾ നിറജനയെന്ന് പറഞ്ഞാൽ 10 ദിവസം കൂടെ എടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ മുരുകൻ്റെ കടാക്ഷം കൊണ്ട് ഞാനിന്ന് പശുവിനെ ഇവിടെ കെട്ടിയപ്പോഴേ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു കിടക്കാൻ നേരത്തെ, എടി പശുവിനെ ഒന്ന് ശ്രദ്ധിക്കണം, അവൾ പ്രസവിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മോനഞ്ചേട്ടൻ ഉണ്ടായിരുന്നു കൂടെ. ദൈവാദിനത്തിന് മുരുകൻ്റെ കടാക്ഷം. അവളെ നല്ല രീതിയിൽ ഒരു പ്രശ്നമില്ല, അവൾ പ്രസവിച്ച് പശുക്കിടാവാണ്. അപ്പോൾ അലിയാരിയണ്ണനെ വിളിച്ചില്ല, അലിയാരിയുടെ ഇത് അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ വിളിച്ച് പറയണം അലിയാരിയോട്, അലിയാരിയണ്ണ പശു പ്രസവിച്ചെന്ന്. അപ്പോൾ ഇനി അവൾക്ക് വേണ്ടുന്ന ക്ടാവിനെ എന്തായാലും പെട്ടെന്ന് എടുത്ത് ക്ടാവ് പുറകിൽ വീണു. എന്തായാലും ഒരു കുഴപ്പം പറ്റിയില്ല മുരുകൻ്റെ കടാക്ഷം കൊണ്ട്. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം, എൻ്റെ മുരുകൻ്റെ അനുഗ്രഹം. ഭഗവാനെ. അപ്പോൾ ശരി, എല്ലാവർക്കും നമസ്കാരം.